ഹലോ ഗൈസ്, അപ്പൊ നമ്മളിന്ന് പോണെന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങോട്ടാണെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള സ്ഥലം നമ്മള് ഇതുവരെ സെറ്റ് ആക്കിയിട്ടില്ല. പിന്നെ അത് തന്നെ നമ്മൾ പോകും. പക്ഷെ നമ്മള് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഡെസേർട്ട് ക്യാമ്പിംഗ് ആണ്. അല്ല, നമ്മളെ മൈൻഡുള്ളതാണ്. പക്ഷെ നമ്മളത് കൃത്യമായിട്ട് ഇതൊന്നും എടുത്തിട്ടില്ല. പിന്നെ ജിഹാദോട്ടോടെ കുഴപ്പമില്ല. പിന്നെ കാന്തമുണ്ട്, ഫോണിൽ കളിക്കുന്നു, കളിയുണ്ട്, ചേച്ചിയുണ്ട്. അപ്പൊ ബൈ. ഹലോ ഗൈസ്, അപ്പൊ നമ്മളിവിടെ എത്തിത്തരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡെസേർട്ട് ഏരിയ ആണിത്. സംഭവം സൂപ്പർ വൈബായിരുന്നു. നൈറ്റൊക്കെ വന്ന് നമുക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റിയൊരു ചെറിയൊരു ഏരിയയാണ്. അത്യാവശ്യം വലിയ ക്രൗഡൊന്നുമില്ല. പിന്നെ നമ്മള് ഇവിടെ ജസ്റ്റ് ഒന്ന് വന്നിരുന്ന് കുറച്ചു നേരം ഒന്ന് ചെറിയ ചുമ്മാ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നൊക്കെ ചെയ്തായിരുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ വിഷമിച്ചിരുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമുക്കൊരു എമറാത്തി ഫാമിലി ആയിരുന്നു കിട്ടിയായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഫുഡൊക്കെ തന്നായിരുന്നു, കബാബൊക്കെ സെറ്റ് ചെയ്ത് തന്നു. അതൊക്കെ നമ്മളിങ്ങനെ എല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ പട്ടം കൂടെ തന്നു, അവര് പറപ്പിച്ച ജിഹാദുണ്ട്. ജിഹാദിനകത്ത് മേ ചുക്കാൻ പിടിച്ചത് ജിഹാദ് ഞാൻ കാണിച്ചു തരാം. ജിഹാദ് കാണുന്നുണ്ടോന്ന് ഇപ്പൊ നിങ്ങൾ നോക്കിക്ക് അങ്ങ് സ്ഥലത്തേക്ക്. അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 6:45 7 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മല കയറാൻ പോയ ഇതാണ് വാദി സുവാക്ക് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഒരു മലയാണ്, സൂപ്പർ ഹിൽ സ്റ്റേഷനാണ്. അപ്പോൾ നമുക്ക് പയ്യെ കയറി എല്ലാ വ്യൂ സൂപ്പറായിട്ട് കാണാം കേട്ടോ. കണ്ട, ഞാൻ ബൈക്കിൽ നിന്ന് കാണിച്ചതാണ്. ഹലോ ഗൈസ്, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ടോപ്പ് വ്യൂ ആണ്. നൈസ് ഒരു സ്പോട്ടാണിത്. ഇവിടെയാണ് നമ്മൾ കയറി വന്ന്, അതായത് ലാസ്റ്റ് സ്പോട്ട് എന്ന് ഇതാണ്. ബാക്കിലൊരു വ്യൂ അടിച്ചാൽ സൂപ്പർ ഒരു ഏരിയ കേട്ടാ. വാദി സ്വാക്ക് അതാണ് ഈ ഒരു പ്ലേസിന്റെ പേര്. അപ്പം നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ ഇതിലും ഒന്നും തീരുമാനിച്ചില്ല കേട്ടാ. ഒരു ചെറിയ ലൊക്കേഷൻ നോക്കുന്നു, പോകുന്നു, അത്രയാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല വ്യൂ ഉണ്ട്. പിന്നെ മോർണിംഗ് ഒരു 5-5:30 ആയപ്പോൾ നമ്മൾ ട്രക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സൺറൈസ് ഒക്കെ സൂപ്പറായിട്ട് കാണാൻ പറ്റും. സൂപ്പറാണ്. നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷൻ കൊർഫക്കാൻ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു നൈസ് ക്രിസ്റ്റൽ ഒക്കെ പോലുള്ളൊരു ബീച്ചാണ്. സൂപ്പറാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ പോയാണ് നെക്സ്റ്റ് ലൊക്കേഷൻ പിടിക്കുകയാണ്. പക്ഷെ നല്ല സ്പോട്ടായിട്ടത് വാദി സ്വാക്ക്. അപ്പം നിങ്ങൾ ആരും മറക്കണ്ട, ഇനി എപ്പോഴെങ്കിലൊക്കെ ട്രക്കിങ് ഒക്കെ വരണമെങ്കിൽ ഇങ്ങോട്ട് വരാം. അതുപോലെ തന്നെ നല്ലൊരു 5-5:30 ആയപ്പോൾ സമയത്ത് നിങ്ങൾക്കൊന്ന് വന്ന് കയറി തുടങ്ങി കഴിഞ്ഞാൽ നൈസായിരിക്കും. മീൻസ് നമ്മൾ മോർണിംഗ് ഒരു 6:30 പോലും മാക്സിമം ഒരു അരമണിക്കൂറിൻ്റെ നടത്തേ ഉള്ളൂ. നൈസാണ്ടാ. ഞാനല്ലോ ബേക്കിൽ മല കാണിച്ചിട്ടാ. ഇതാണ് ആ ഏരിയ. കണ്ടാ, നൈസല്ലേ, സൂപ്പറല്ലേ. അപ്പം ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുജറ ഒരു ബീച്ചാണ്. അത്യാവശ്യം നൈസ് സ്പോട്ടാണിത്. നമുക്ക് സ്വിം ചെയ്യാൻ എല്ലാം നല്ലൊരു സൗകര്യമുള്ളൊരു ബീച്ചാണ്. ഇവിടെ ജിഹാദാണ് മെയിൻ. ജിഹാദ് ഇപ്പോൾ ഉണ്ട് നമ്മളെ മെയിൻ പ്രോ ഡ്രൈവർ. പിന്നെ കാന്തമ്മ, അളിയൻ, ചേച്ചി എല്ലാം പവറാണ് എല്ലാവരും. അപ്പോൾ നമുക്ക് ഇനി നമ്മളിവിടുന്ന് ജസ്റ്റ് ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകും. അപ്പോൾ ഞാൻ വീഡിയോസ് എന്തായാലും അപ്ലോഡ് ചെയ്യാം സ്പോട്ടിൽ തന്നെ. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് ആ ചക്കറ വീഡിയോ നമ്മൾ ഇടുമല്ലോ. ചെയ്യുന്ന കാര്യം